ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബൈപ്പാസിലൂടെ എവിടെ പോകുന്നു എന്ന് വെച്ചാൽ നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി നമ്മൾ അവിടെ എത്തിയപ്പം കുറച്ച് ലേറ്റ് ആയി പോയി. ക്ലോസ് ആവാൻ ഒരു 2 മിനിറ്റാണ്ടേ ഉള്ളായിരുന്നു. 5 മണി വരാണ്ടേ ഉള്ളായിരുന്നു ടിക്കറ്റ് കൊടുക്കുന്ന സമയം. ബട്ട് നമുക്ക് എന്തോ ഒരു ഭാഗ്യത്തിൽ നമുക്ക് കിട്ടി. നമ്മൾ ഓടി ചെന്നപ്പോൾ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് 5:30 വരെ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചേരം 5:30 വരെയാണ് ക്ലോസ് ചെയ്യുന്ന സമയം. അപ്പൊ നമ്മൾ എൻജോയ് ചെയ്ത്. ഞാനും എന്റെ കസിൻ ബ്രദറും കൂടെയാണ് പോയത്. അങ്ങനെ നമ്മൾ മന്ദം മന്ദം നടന്ന് നടന്ന് എല്ലാരും നിൽക്കുന്ന സ്ഥലത്തോട്ട് പോവാ. കണ്ട, എല്ലാരും അടിച്ചു പൊളിക്കുക. കൊച്ചു പിള്ളേരൊക്കെ വെള്ളത്തിൽ കിടന്നങ്ങ് മറിയുവാണ്. പിന്നെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ അല്ലാതെ ബോട്ടൊക്കെ ഉണ്ട്. ആ ബോട്ടിലൊക്കെ കയറി അവിടെ ഫുള്ളും കറങ്ങി അടിച്ച് നടക്കുകയും ചെയ്യാം. നമ്മൾ പ്രൈവറ്റ് ബോട്ട് എടുക്കാൻ ഓൾറെഡി നമ്മൾ താമസിച്ചാണ്. അപ്പോഴത്തേക്ക് എന്തായാലും ആ കറങ്ങി വരുമ്പോഴത്തേക്ക് സമയം കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പോകാഞ്ഞത്. നമ്മൾ അവിടെ ഐലൻഡിൽ തന്നെ സ്പെൻഡ് ചെയ്ത്. ഇങ്ങനെ നമ്മൾ മന്ദം മന്ദം നടന്ന് നടന്ന് എങ്ങോട്ട് പോകുന്നെന്ന് വെച്ചാൽ, അവിടെ മരങ്ങളില്ലേ, കുഞ്ഞു കുഞ്ഞു മരങ്ങൾ, അതിൽ കയറി ഒരു ഫോട്ടോ എടുക്കാനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്ന് പോയപ്പോൾ ആൻറ്റി വിളിക്കുന്നു, "ബാ മോളെ, വന്ന് പൈനാപ്പിൾ വാങ്ങ്" എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് നടന്ന് ഓരോ മരം നോക്കുക, എല്ലാത്തിലും ആൾക്കാരാണ്. അങ്ങനെ ഫൈനലി ഒരു മരം കിട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി. അങ്ങനെ അതിൽ ഞാൻ കയറി അങ്ങോട്ട് ഇരുന്ന് അടിപൊളിയായിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെള്ളമൊക്കെ തെപ്പി തെപ്പി കളിച്ചു. അത് അടിപൊളിയല്ലേ. വെള്ളം കണ്ടാൽ പിന്നെ നമുക്ക് ഭ്രാന്താണ്. വെള്ളത്തിൽ കളിച്ച് നമ്മൾ മറിയൊന്ന്. അങ്ങനെ ആൻറ്റിയുടെ കയ്യിന്ന് പൈനാപ്പിൾ നമ്മൾ വാങ്ങിച്ച. അങ്ങനെ ആൻറ്റി ആ പൈനാപ്പിൾ കുനു കുനു കുനുകുന അരിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിലോട്ട് ഇട്ട് തന്നതിന് ശേഷം ഉപ്പും മുളകും വേണോന്ന് ചോദിക്കും. നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് ഇട്ട് തരും. ചിലർ സ്പൈസി കഴിക്കാത്തവരില്ലേ, അതായിരിക്കും ആൻറ്റി ചോദിച്ചത്. അങ്ങനെ നമ്മൾ ആ കായലിന്റെ നടുക്ക് നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പൈനാപ്പിൾ ഇങ്ങനെ കഴിച്ച്, ഇങ്ങനെ കായലിന്റെ നടുക്കുന്ന പൈനാപ്പിളൊക്കെ കഴിക്കാൻ വേറൊരു വൈബല്ലേ. അങ്ങനെ നമ്മളത് കഴിച്ചതിന് ശേഷം നമ്മൾ ബോട്ട് വന്നു. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. നമ്മൾ ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ടു. നമ്മൾ സേഫായി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ പൈനാപ്പിൾ വാങ്ങിച്ച ഗ്ലാസ് ഒന്നും അവിടെ ഇടാൻ പാടില്ല. അതും നമ്മൾ എടുത്തുകൊണ്ട് ഇപ്പുറത്ത് നമ്മൾ ടിക്കറ്റ് കിടക്കത്തില്ലേ, അതിന്റെ സൈഡിലായിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. നമ്മൾ അതിൽ വേണം ഇടാൻ. അങ്ങനെ നമ്മൾ ആ ഗ്ലാസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോട്ട് എടുത്തു. നമ്മൾ ബോട്ട് ഇങ്ങനെ എടുത്ത് ബാക്കിലോട്ട് ഇങ്ങനെ പോയി നമ്മൾ ബോട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഐലൻഡിനോട് ബൈ ബൈ സ്യൂ പറഞ്ഞു നമ്മൾ തിരിച്ച് ഇക്കരയിലോട്ട് വരികയാണ്. നമ്മൾ ഇങ്ങനെ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുള്ള നല്ല റിലാക്സ് ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് അടിച്ചു പൊളിച്ചില്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവിടെ ബാക്കിലായിട്ട് സൂര്യാസ്തമയം എല്ലാം കണ്ട് ഇങ്ങനെ വൈബ് അടിച്ച് ഇങ്ങനെ നമുക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കൊണ്ട് വേണം നമ്മൾ വേസ്റ്റ് ഇടാൻ. അങ്ങനെ നമ്മൾ അത് ഇട്ടു. പിന്നെ നമ്മൾ നേരെ പോയത് കൊല്ലം ബീച്ചിലേക്കാണ്. കൊല്ലം ബീച്ചിൽ പോയപ്പം ചെറുതായിട്ടൊന്ന് ഇരുട്ടി. അതുകൊണ്ട് നമുക്ക് കടൽ കാണാൻ പറ്റിയില്ല. ആ വിഷമം നമ്മൾ സുണ്ടൽ വാങ്ങിച്ച് തീർത്തു. അങ്ങനെ ഒരു സുണ്ടലും വാങ്ങിച്ച് അച്ചാച്ചൻ ഒരു കപ്പലണ്ടിയും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നങ്ങ് കഴിച്ചു. എന്നിട്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ കറങ്ങി നടന്നതിന് ശേഷം നമുക്ക് വിശന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ഡൊണാൾഡ് ഡക്സിലോട്ട് വിട്ടു. സ്റ്റാർട്ടറായിട്ട് ഒരു സ്വീറ്റ് കോൺ പറഞ്ഞു. പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ളൊരു കാര്യം അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് കുടിച്ചപ്പം എന്തോ ഒരുമാതിരി ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് കുറച്ചേ കുടിച്ചോളൂ, വാങ്ങിച്ചതല്ലേ എന്നും പറഞ്ഞ് കുറച്ച് കുടിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ചാച്ചാ എനിക്കിത് വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു, കുഴപ്പമില്ല, നീ അത് മാറ്റിക്കോ. അങ്ങനെ ഞാൻ സൂപ്പ് നൈസിന് അങ്ങ് മാറ്റി വെച്ചു. ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് എല്ലാരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ കൊച്ചെന്തോ ചെയ്യുന്നതെന്ന് വിചാരിച്ച് കാണാം. എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുമ്പോ എനിക്കൊരു ചമ്മല്. അങ്ങനെ നമ്മൾ മെയിൻ കോഴ്സായ ചീസ് അൽഫാമും പൊറോട്ടയും വന്നു. അങ്ങനെ ഞാൻ എന്തോ ചെയ്ത് സൂപ്പെല്ലാം മാറ്റി വെച്ച് നമ്മളൊരു പ്ലേറ്റ് എടുത്തതിന് ശേഷം ഒരു പൊറോട്ടയും ഒരു അൽഫാമും പിന്നെ കുറച്ച് മയോണൈസ് മിസ്സാക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ മയോണൈസും കൂടെ ഇട്ട് നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ഫുഡ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്. സൂപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്.
ഫുഡ് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ കമന്റ് കൂടി ഇട്ടിരുന്നെങ്കിൽ വളരെ ഒരു ഉപകാരമായിരിക്കും. ഈ വീഡിയോ കാണുന്ന ആരും കമന്റും ഇടുന്നില്ല, പാതി പേരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് അപ്പോഴും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.